إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമേറിയ വാർദ്ധക്യത്തിലെത്തിയ ചില അൻസാരികളുടെ അടുക്കലൂടെ കടന്നു പോവുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, ഏ അൻസാരി കൂട്ടമേ, ഹമ്മിറു വസഫിറു വഖാലിഫു അഹ്ലൽ കിതാബ്, നിങ്ങൾക്ക് നിരബാധിച്ചിട്ടുള്ള നിങ്ങളുടെ താടിയും മുടിയും വെളുത്തു പോയിട്ടുള്ളത് നിങ്ങൾ ചുവപ്പിലേക്കോ മഞ്ഞ നിറത്തിലേക്കോ ഹെന്ന ഉപയോഗിച്ച് മാറ്റുക. അഹ്ലുൽ കിതാബിനോട് ജൂതനസാറാക്കളോട് എതിരാവുക. അവർ അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അഹ്ലൽ കിതാബ് യതസർവലൂൻ വലാ യഅ്തസിറൂൻ, അഹ്ലുൽ കിതാബുകാർ അവർ സിർവാലാണ് ധരിക്കാറുള്ളത്, അഥവാ പാന്റ് പോലുള്ള വസ്ത്രമാണ് ധരിക്കാറുള്ളത്, അവർ ഇസാറ മുണ്ട് പോലെയുള്ളത് ധരിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തസർവലു വഅ്തസിറു വഖാലിഫു അഹ്ലൽ കിതാബ്, നിങ്ങൾ സിർവാൽ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, മുണ്ടുമെടുക്കുക. എന്നിട്ട് പറഞ്ഞു, അഹ്ലുൽ കിതാബുകാരോട് എതിരാവുക. വീണ്ടും സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അഹ്ലൽ കിതാബ് യതഖഫഫൂൻ വലാ യൻതഇലൂൻ, അഹ്ലുൽ കിതാബുകാർ അവരുടെ ഇബാദത്തിന്റെ സമയത്ത്, നിസ്കാരത്തിന്റെ സമയത്ത് അവർ ചെരുപ്പ് ധരിക്കാറില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം പറഞ്ഞു, ഫതഖഫഫു വൻതഇലൂ, നിങ്ങൾ ചെരുപ്പ് ധരിച്ചും ചെരുപ്പ് ധരിക്കാതെയും നിസ്കരിക്കുക. വഖാലിഫു അഹ്ലൽ കിതാബ്, ജൂതനസാറാക്കളോട് എതിരാവുക. വീണ്ടും സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന അഹ്ലൽ കിതാബ് യഖുസ്സൂന അസാനീനഹും വയുവഫിറൂന സിബാലഹും, അഹ്ലുൽ കിതാബുകാർ അവരവരുടെ താടി വെട്ടാറുണ്ട്, എന്നാൽ മീശ അവർ വെട്ടാതെ നീട്ടിവിടാറുമുണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം സഹാബികളോട് പറഞ്ഞു, ഖുസ്സൂ സിബാലക്കും വവഫിറൂ അസാനീനക്കും വഖാലിഫു അഹ്ലുൽ കിതാബ്, നിങ്ങളുടെ താടി നീട്ടി വളർത്തുക, മീശയെ വെട്ടി ചെറുതാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അഹ്ലുൽ കിതാബിനോട് ജൂതനസാറാക്കളോട് എതിരാവുക. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് അഹ്ലുൽ കിതാബിനോടും കുഫാറുകളോടും മുശ്രിക്കീങ്ങളോടും എതിരാവുക എന്നുള്ളത്. അത് വിശ്വാസത്തിലും കർമ്മത്തിലും സംസ്കാരത്തിലും നിസ്സാരമായി നാം കരുതുന്ന കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ള, പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈഅത്ത് വാങ്ങുന്ന സന്ദർഭത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങളുടെ സ്വാധീനം മുസ്ലിമീങ്ങളിൽ കടന്നു വരുന്നതിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് വാങ്ങിയത് കാണാം. ജരീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഏത് കാര്യത്തിലാണ് ഞാൻ ബൈഅത്ത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാലും എന്ന് പറഞ്ഞു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈപിടിച്ചുകൊണ്ട് ബൈഅത്ത് വാങ്ങിച്ചു. ഏതെല്ലാം വിഷയങ്ങളിലാണ്? ഉബായിഉക അലാ അൻ തഅബുദല്ലാഹ്,
നീ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നെനിക്ക് ബൈഅത്ത് ചെയ്യുക എന്ന് പറഞ്ഞു. തുഖീമസ് സ്വലാ, 5 വഖ്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുമെന്ന് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. വതുഅതിയസ് സക്കാ, സക്കാത്ത് നൽകുമെന്ന് ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. വതനാസഹൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് നസീഹത്തുള്ള ആളായിത്തീരും, അവരോട് കൂറ് പുലർത്തുന്ന, അവരോട് നസീഹത്തുള്ള ആളായിത്തീരണമെന്നും ബൈഅത്ത് ചെയ്യാൻ പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വതുഫാരിഖൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. അഥവാ അവരുടെ വിശ്വാസമോ അവരുടെ സംസ്കാരമോ സ്വാധീനം ചെലുത്തുന്ന, അവരോട് സാദൃശ്യപ്പെടുന്നതിൽ നിന്ന് അകന്നു നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവൻ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിന് പുറത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായിട്ടുള്ള അല്ലാത്ത രീതിയിലുള്ള ഒരു ഖൗമിനോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് അവരോടൊപ്പം ചേരുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു സമൂഹത്തിനോട് സാദൃശ്യപ്പെട്ടാൽ, ഏത് രീതിയിലാവട്ടെ സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, ഈ വിഷയം മുസ്ലിമീങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. കുഫാറുകൾ, അഹ്ലുൽ കിതാബുകാർ, മുശ്രിക്കീങ്ങൾ അവരൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായിട്ടുള്ള ഈമാനിനെയും അതുപോലെ തന്നെ അള്ളാഹുവിനെ കീഴൊതുങ്ങുന്നതിനെയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിനെയും അതിൽ നിന്ന് നമ്മെ തെറ്റിക്കാൻ, അവരെ പോലെ വഴിപിഴച്ചവരാകാനും അവരെ പോലെ അള്ളാഹുവിന്റെ കോപത്തിനിരയാകാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തആല പറഞ്ഞു, മാ യവദ്ദുൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് വലൽ മുശ്രിക്കീൻ അയ്യുനസ്സില അലൈക്കും മിൻ ഖൈരിൻ മിൻ റബ്ബിക്കും. അഹ്ലുൽ കിതാബിൽപ്പെട്ട ജൂതനസാറാക്കൾപ്പെട്ട കുഫാറുകളോ മുശ്രിക്കീങ്ങളോ അവരിഷ്ടപ്പെടുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല റബ്ബിൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം ലഭിക്കണമെന്ന്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, വദ്ദ കസീറൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നത് ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹഖ്. അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമോ? അസൂയ കാരണത്താൽ, നിങ്ങളോടുള്ള അസൂയ കാരണത്താൽ നിങ്ങൾ തിരിച്ച് കുഫറിലേക്ക് മടങ്ങണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഹക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും അവർ ആഗ്രഹിക്കുന്നത് ആ കാര്യമാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ജൂതനസാറാക്കൾ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അവരെ പോലെ ദീനിൽ നിന്ന് പിഴച്ചുപോയി ശിർക്കിലും കുഫറിലുമായി മഅസിയത്തുകളിലും ബിദ്അത്തുകളുമായി, അതുപോലെ പിഴച്ച ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങളായി അതുപോലെ പിഴച്ചു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തെക്കുറിച്ച്, ഈ ഉമ്മത്ത് അവരെ പിൻപറ്റുന്ന അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പുതുതായി വന്ന മുസ്ലിമീങ്ങളുണ്ട് ആ കൂട്ടത്തിൽ അവർ പോകുന്ന സന്ദർഭത്തിൽ മുശ്രിക്കീങ്ങൾ ബറക്കത്തെടുക്കാൻ വേണ്ടി അവരുടെ വാളുകൾ തൂക്കിയിടുന്ന ഒരു മരത്തെ കണ്ടു. അത് കണ്ടപ്പോൾ പുതുമുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു, അതുപോലെ ഒരു മരം ഞങ്ങൾക്കും റസൂലേ നിങ്ങൾ ആക്കി തരണം, ബറക്കത്തെടുക്കാൻ ഒരു മരമാക്കി തരണം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി ഈ വാക്ക്, നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് അള്ളാഹുവാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ബനൂ ഇസ്രായേലുകൾ പറഞ്ഞ വാക്കിന് തുല്യമാണ്. അവർ പറഞ്ഞത് എന്താണ്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ആക്കിത്തരണം എന്നുള്ളതാണ് ഈ വാക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഇന്നമാ അസ്സുനൻ, ഇത് മുൻഗാമികളിൽ കഴിഞ്ഞുപോയിട്ടുള്ളതാണ്, ഇത് മുൻഗാമികളിൽ കഴിഞ്ഞുപോയിട്ടുള്ളതാണ്. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും, മുൻഗാമികളുടെ സുന്നത്തുകളെ, അവരുടെ പാതയെ നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ വരും. മറ്റൊരു റിവായത്തിൽ പറഞ്ഞു, ലതത്തബിഉന്ന സുന്നത മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങളുടെ മുൻഗാമികളുടെ പാത നിങ്ങൾ പിൻപറ്റുന്ന സമയം വരും. അവരൊരു ഉടുപ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ അതിന് പിന്നാലെ നിങ്ങൾ പോകുന്നത് പോലെ വരും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, റസൂലേ അതാരാണ്? ജൂതനസാറാക്കളാണോ ഉദ്ദേശിച്ചത്? ജൂതനസാറാക്കളെ പറ്റിയാണോ ഉദ്ദേശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഫമൻ, പിന്നെ ആരാണ്? സഹോദരങ്ങളെ, ജൂതനസാറാക്കൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിപ്പോകാൻ പ്രധാനമായ ഒരു കാരണം അവർ അമ്പിയാക്കളുടെ വിഷയത്തിൽ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ അതിര് കവിഞ്ഞതാണ്.
അമ്പിയാക്കൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് അവർ സ്ഥാനം നൽകി, സ്വാലിഹീങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിനപ്പുറത്തേക്ക് അവർ സ്ഥാനം നൽകി. അങ്ങനെ അവർ ശിർക്കിലും കുഫറിലുമായി അള്ളാഹുവിനെ കുറിച്ച് കള്ള ആരോപണങ്ങൾ ആരോപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണസമയത്തുള്ള രോഗശയ്യയിലായിരുന്നപ്പോൾ അവിടുന്ന് പറയാറുണ്ടായിരുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസ്ജിദ. യൂദ നസാറാക്കളെ അല്ലാഹു തആല ശപിക്കട്ടെ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചു, സുജൂദ് ചെയ്യുന്ന സ്ഥലമായി, ആരാധനാ കേന്ദ്രങ്ങളായി അവർ സ്വീകരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ആയിഷ ബീവി പറയുകയാണ്, ഈ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ നിങ്ങൾക്ക് ഞാൻ വെളിവാക്കി തരാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ച കാലം അത്രയും ഒരാൾക്കും ആയിഷ റളിയല്ലാഹു അൻഹ അനുവാദം കൊടുത്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പ്രവേശിക്കാൻ. ഈ ഒരു പാത മുൻഗാമികൾ പിഴച്ചുപോലെ, അഥവാ ജൂത നസാറാക്കൾ പിഴച്ചതുപോലെ ഈ ഉമ്മത്ത് പിഴക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ചിന്തിക്കണം. ജൂത നസാറാക്കൾ പിഴച്ച ഈ ഒരു മാർഗം, അമ്പിയാക്കളുടെയും സാലിഹീങ്ങളുടെയും വിഷയത്തിൽ പിഴവന്ന ഈ മാർഗത്തെക്കുറിച്ച് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. അവരോട് മുഅ്മിനീങ്ങൾക്ക് പറയാനുള്ളത്, അഥവാ ഈ ഒരു വിശ്വാസത്തിൽ കുഫറിലും ശിർക്കിലുമായി നിൽക്കുന്ന ഈ കൂട്ടരോട് ഒരു വിശ്വാസികൾക്ക് പറയാനുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയുക, ഏ കുഫാറുകളെ, അള്ളാഹുവിൽ വിശ്വസിക്കാതെ അള്ളാഹുവിൽ കള്ളാരോപണം നടത്തുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല, വലാ അന ആബിദും മാ അബദ്തും, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുന്നില്ല. സഹോദരങ്ങളെ, ആവർത്തിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അതല്ലാത്തതിനെ എല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതേ സഹോദരങ്ങളെ, അഹ്ലുൽ കിതാബുകാരോട് ചെറിയ വിഷയമാവട്ടെ വലിയ വിഷയമാവട്ടെ, വിശ്വാസത്തിലോ കർമ്മത്തിലോ സംസ്കാരത്തിലോ ആവട്ടെ, അവരോട് എതിരാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, യൂദനസാറാക്കൾ പിഴച്ചുപോയതിൽ അള്ളാഹുവിന്റെ നേരായ ദീനിൽ നിന്ന്, നേരായ പാതയിൽ നിന്ന് പിഴച്ചു പോകാൻ പ്രധാനമായിട്ടുണ്ടായ അവരുടെ വാദം, അവർ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ അള്ളാഹുവിന്റെ സന്താനങ്ങളായി പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ജൂതന്മാർ പറഞ്ഞു ഉസൈർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന്. നസാറാക്കൾ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന്. അള്ളാഹുവിന്റെ മേൽ ആരോപിക്കപ്പെടുന്നതിൽ ഏറ്റവും ഗൗരവമേറിയ വാദമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്, അവനൊരു സന്താനമില്ല, അവനൊരു സന്തതിയായി ജനിച്ചവനുമല്ല, അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. സഹോദരങ്ങളെ, ഈ വാദത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കാതിരിക്കാൻ, അഥവാ ഒരു നബിക്ക് കൊടുക്കേണ്ട സ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക് നൽകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്റൂനി കമാ അസ്റത്തിൻ നസാറ ഈസ ഇബ്ന മറിയം ഫഇന്നമാ അബ്ദുല്ലാഹ് വറസൂലുഹു. ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാമിനെ നസാറാക്കൾ പുകഴ്ത്തിയതുപോലെ വാഴ്ത്തിയതുപോലെ നിങ്ങൾ വാഴ്ത്തരുത്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്, ഞാനും അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് വാദിക്കുകയും ആ മകൻ ജനിച്ച ദിവസമാണെന്ന് ആഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നസാറാക്കൾ. അള്ളാഹുവിന്റെ മേലുള്ള കള്ള ആരോപണമാണത്. എന്നാൽ ഒരു മുസ്ലിം ചെറിയ നിസ്സാരമായ വിഷയങ്ങളിൽ പോലും യൂത നസാറാക്കളോടെതിരായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ള, കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുക?
എങ്ങനെയാണ് അതിന്റെ ആശംസകൾ നേരാൻ സാധിക്കുക, എങ്ങനെയാണ് അതിന്റെ വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കുക, എങ്ങനെയാണ് അതിന്റെ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ സാധിക്കുക? ഒരിക്കലും ഒരു മുസ്ലിമിന് അത് കഴിയില്ല. അല്ലാഹു ഏകനാണെന്ന് പറയുന്ന ഖുർആനിന്റെ 1/3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്ന ഒരു അടിമയ്ക്ക്, ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അതിന് സാധിക്കുക? അല്ലാഹു പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയെ പറയുക, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാതെ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാണ്. ലം യലിദ് വലം യൂലദ്. അവനൊരാളുടെ സന്തതിയായി ജനിച്ചതല്ല, അവനൊരു സന്താനം ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ മറ്റൊന്നുമില്ല. അവനോട് താരതമ്യം ചെയ്യാൻ, അവനോട് ഉപമ പറയാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. ഈ ഖുർആൻ സൂറത്തുകൾ, ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനൊരു മകൻ ജനിച്ചു എന്ന് പറയുന്ന ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുക? അതേ സഹോദരങ്ങളെ, അഹ്ലുൽ കിതാബുകാർക്ക്, ജൂതനസാറാക്കൾക്ക് അവരുടെ പാത പിൻപറ്റി പിഴച്ചു പോകുന്നത് വരെയും മുസ്ലിമുകളെ തൊട്ട് അവർ തൃപ്തിപ്പെടുകയില്ല. അല്ലാഹു തആല പറഞ്ഞ ഈ ആയത്തിനെ ഉറ്റാലോചിക്കുക. അല്ലാഹു തആല പറയുകയാണ്, വലൻ തർള അൻകൽ യഹൂദ് വലൻ നസാറ. ജൂതനസാറാക്കൾ നിന്നെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല, നിന്നെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും. അവരുടെ മാർഗത്തെ നീ പിൻപറ്റുന്നത് വരെ, അവരുടെ മാർഗത്തെ നീ പിൻപറ്റുന്നത് വരെ അവർ നിന്നെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. അല്ലാഹുവിന്റെ നേരായ മാർഗമാണ് യഥാർത്ഥത്തിലുള്ള മാർഗം, നേരായ പാത അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽം. നിനക്ക് ഈ അറിവ് വന്നെത്തിയതിനു ശേഷം, നിനക്ക് ഈ ഹഖ് ബോധ്യപ്പെട്ടതിനു ശേഷം അവരുടെ ഇച്ഛകളാണ് നീ പിൻപറ്റുന്നത് എങ്കിൽ, മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അല്ലാഹുവിൽ നിന്ന് നിനക്ക് രക്ഷ നൽകാനോ നിനക്ക് സഹായിയായിട്ടോ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുൽ കിതാബുകാരോട്, ജൂതനസാറാക്കളോട് എതിരാകാൻ പറഞ്ഞ ധാരാളം കാര്യങ്ങൾ ദീനിൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ എതിരാവുക, അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിനോടോ ആചാരത്തിനോടോ കർമ്മത്തിനോടോ ഒന്നിനോടും സാമ്യപ്പെടാത്ത രീതിയിൽ ആ വിഷയങ്ങളിൽ അവരിൽ നിന്ന് അകൽച്ച പ്രഖ്യാപിക്കുക. അവരുമായി കച്ചവടം നടത്തുന്നതോ ക്രയവിക്രയങ്ങൾ ഇടപാടുന്നതോ കടമിടപാടുകൾ നടത്തുന്നതോ അവരെ ക്ഷണം സ്വീകരിക്കുന്നതോ ഇതൊന്നും ദീൻ എതിർത്തിട്ടില്ല. പക്ഷേ ഈ വിഷയങ്ങളിൽ വിശ്വാസത്തിലോ കർമ്മത്തിലോ സംസ്കാരത്തിലോ അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് ഗൗരവമുള്ള കാര്യമാണ്. മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.